ഹായ് ഹലോ വെൽക്കം ടു നിഷ പീഡീസ് വേൾഡ്. ഇന്ന് നമ്മൾ പോകുന്നത് അർച്ചനൻ്റെ വീട്ടിലേക്കാണ്. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കുമ്പോഴേക്കും അമ്മ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അമ്മേൻ്റെ അനിയത്തി ഷീച്ചറിയമ്മയും ഉണ്ട്, പിന്നെ അമ്മേൻ്റെ ബ്രദറിൻ്റെ വൈഫ് നിഷമാമിയും ഉണ്ട്. നന്ദുവിൻ്റെ മാമൻ ഒരു ഫംഗ്ഷന് പോയതാണ്, അതുകൊണ്ട് വരാൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പിന്നെ ബാക്കി എല്ലാവരും കൂടി ഇരിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഐശ്വര്യ സെർവിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അമ്മച്ചന് വയ്യാത്തതുകൊണ്ട് അമ്മച്ചനും അമ്മമ്മയും വന്നിട്ടില്ല കേട്ടോ. ഇനി എപ്പോഴെങ്കിലും നമ്മൾ അവിടേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അമ്മച്ചനെയും അമ്മമ്മനെയൊക്കെ ഒന്ന് പരിചയപ്പെടാം കേട്ടോ. അപ്പോഴേക്കും നന്ദുവിൻ്റെ അച്ഛൻ എത്തിയിട്ടുണ്ട്. നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ രണ്ടുപേരാണ് നന്ദുവിൻ്റെ അച്ഛനും അച്ഛമ്മയും. അച്ഛമ്മ അച്ഛനെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം 97ാമത്തെ വയസ്സിലാണ് അച്ഛമ്മ ഇവർ വിട്ടു പോകുന്നത്. ഇപ്പോഴും അവിടെ കയറി ചെല്ലുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അച്ഛമ്മേനെയാണ്. അത്ര നല്ല സംസാരമായിരുന്നു കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഫുഡ് നല്ല അടിപൊളി നെയ്ച്ചോറും ചിക്കൻ കറിയും കൂന്തൽ ഫ്രൈ ചെയ്തതും കടുക്ക ഫ്രൈ ചെയ്തതും പിന്നെ സാലഡും. ഇന്നത്തെ ഗസ്റ്റ് ശരിക്കും ഐശ്വര്യമാണ് കേട്ടോ, ഞങ്ങളല്ല. ബിക്കോസ് ബോംബെയിലാവുന്ന സമയത്ത് നമ്മുടെ നാടൻ കോഴിക്കോടൻ വിഭവങ്ങളൊക്കെ കിട്ടാൻ ഒരുപാട് പ്രയാസമായതുകൊണ്ട് തന്നെ. അങ്ങനെ ഐശ്വര്യ കുറേ തമാശകളൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ് കേട്ടോ. കുറേ ഫോട്ടോസൊക്കെ എടുക്കണം ഫുഡിൻ്റെ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നതായിരുന്നു. പക്ഷേ ഫുഡ് കാണുന്ന സമയത്ത് അതൊക്കെ മറന്നു ഐശ്വര്യ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഷീച്ചറിയമ്മയുടെ ഹസ്ബൻഡിന് പെട്ടെന്ന് വരാനായിട്ട് പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അതുപോലെ തന്നെ മാമൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ എത്തിയത്. അതുകൊണ്ട് തന്നെ ലാസ്റ്റായിട്ടാണ് ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നത്. അർച്ചന ഐസ്ക്രീം സെർവ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് കേട്ടോ. എൻ്റെ പേരും മാമീൻ്റെ പേരും നിഷ എന്നായതുകൊണ്ട് ഇവിടെ നിഷ എന്നുള്ള പേര് കേട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും തിരിഞ്ഞു നോക്കും. അങ്ങനെ ഫുഡ് കഴിഞ്ഞ് എല്ലാവരും റെസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ വന്നിരിപ്പാണ്. അങ്ങനെ മാമന് കണ്ണിന് സർജറി കഴിഞ്ഞതുകൊണ്ട് തന്നെ മാമനൊരു കണ്ണടയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ വന്നത്. അങ്ങനെ അവർ മൂന്നാളും കൂടി അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്തും എനിക്ക് 2 ചെടി കിട്ടിയിട്ടുണ്ട്. എൻ്റെ വീട്ടിലില്ലാത്ത 2 ചെടികളുടെ കൊമ്പുകളാണ് ഞാൻ പറിച്ചിട്ടുള്ളത്. ഇവരുടെ മുറ്റത്ത് നല്ല വെയിലായതുകൊണ്ട് റോസ് നന്നായിട്ട് പൂത്ത് നിൽപ്പുണ്ട്. അങ്ങനെ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. സീ ടുമോറോ, ബൈ.